ആദ്യം അഭിജിത്ത് ഈ പുഴയിലെ വെള്ളം കലങ്ങിയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് ഡൈവർമാർക്ക് മുങ്ങിയെത്താൻ കഴിയുന്നില്ല, ലോറി പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഒരു പ്ലാൻ ബി ഈ രക്ഷാദൗത്യത്തിനുണ്ടോ? ഇല്ല ജിംസ്, ഇപ്പോൾ ഇന്ന് തന്നെ ശ്രീ AK അഷ്റഫ് അവിടെ ഏതാണ്ട് 10 ദിവസമായി കോഴിക്കോട് കേരളത്തിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹം മഞ്ചേശ്വരം MLA ആണ്. 10 ദിവസമായിട്ട് അവിടെയുണ്ട്. അദ്ദേഹം അടക്കം ഇന്ന് പറഞ്ഞൊരു കാര്യം, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും സംസാരിച്ചൊരു പ്ലാൻ ബി എത്തണം എന്നൊരു നിർദ്ദേശം വരെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുൻപ് നോക്കൂ, നമ്മൾ അർജുൻ നമ്മളുടെ സഹോദരൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവരാണ്. ആ കുടുംബത്തോടൊപ്പം തന്നെ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം ഒന്നാകെ. അപ്പോൾ ആ സമൂഹത്തിന് ഒന്നടങ്കം ആ അർജുൻ തിരിച്ചു വരുന്നത് വരെയുള്ള തിരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട കാർവാർ MLA ശ്രീ സതീഷ് കുമാർ സെയിലടക്കം മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഈ തെരച്ചിൽ തുടരുമെന്നാണ്. നോക്കൂ, നമ്മളുടെ സഹോദരൻ അർജുനും അതേപോലെ തന്നെ കർണാടകയിലെ 2 കർണാടക സ്വദേശികൾ കൂടി കണ്ടെത്താനുണ്ട്. 3 ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുമെന്നാണ് ഇന്നത്തെ മീറ്റിങ്ങിന് ശേഷവും ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുൻപേ കാർവാർ MLA ആയിട്ടുള്ള ശ്രീ സതീഷ് കുമാർ സെയിൽ അദ്ദേഹം ഈ 13 ദിവസവും അവിടെ നിന്ന് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം അടക്കം പറയുമ്പോൾ അതിനെ മറ്റാരൊക്കെയോ മിസ്ഗൈഡ് ചെയ്യുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചില പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് അടക്കം ഒരു പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളോടും ഞാൻ വിനീതമായി സൂചിപ്പിക്കുന്നു, തിരച്ചിൽ തുടരുന്ന ഒരു ഇടത്ത് നിന്ന് തിരച്ചിലെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ മാത്രമല്ല നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. അത് പ്രചരിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ തെരച്ചിൽ തുടരണം. പ്രിയപ്പെട്ട അർജുനെ നമുക്ക് വീണ്ടെടുക്കണം. നോക്കൂ, 16-ാം തീയതി അങ്ങ് ചോദിച്ചൊരു കാര്യമുണ്ട്. 16-ാം തീയതിയാണ് അർജുൻ അടങ്ങുന്ന ഒരു സംഘത്തെ ഈ മണ്ണിടിച്ചിലിൽ കാണാതാവുന്നത്. ആ 16-ാം തീയതി രാവിലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അന്ന് വൈകിട്ട് തന്നെ ജില്ലാ ഭരണകൂടവും സംസ്ഥാനത്തെ ചുമതലയുള്ള മന്ത്രിയും അതേപോലെ തന്നെ കാർവാർ MLA ശ്രീ സതീഷ് കുമാർ സെയിൽ അടങ്ങുന്ന ആളുകൾ 16-ാം തീയതി തന്നെയാണ് ഈ തെരച്ചിൽ ആരംഭിച്ചത്. ഇവർക്ക് വേണ്ട ഈ മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകൾക്കുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. പക്ഷെ നമ്മളുടെ സഹോദരൻ അർജുൻ ആ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് അറിയുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് MP ശ്രീ MK രാഘവന്റെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് 18-ാം തീയതിയാണ്. ആ 18-ാം തീയതി മുതൽ ഈ ദിവസം വരെ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ തന്നെ ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇടപെടലും ബഹുമാനപ്പെട്ട ശ്രീ MK രാഘവൻ MP-യുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ, ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടങ്ങുന്ന ആളുകളുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. നോക്കൂ, 18-ാം തീയതി നമ്മൾ ഈ വാർത്ത പുറത്തു വന്ന് 19-ാം തീയതിയാണ് 20-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കർണാടകയുടെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ ശിരൂരിലേക്ക് വരികയാണ്. അന്ന് ബഹുമാനപ്പെട്ട ശ്രീ MK രാഘവനൊപ്പം ഞങ്ങളൊക്കെ എവിടെയുണ്ട്. അന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അടങ്ങുന്ന സംവിധാനങ്ങൾ, അന്ന് അദ്ദേഹത്തോടൊപ്പം 4 മന്ത്രിമാർ അടങ്ങുന്ന ഒരു ടീം ആ പ്രദേശത്തേക്ക് വരികയും സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും വിനിയോഗിച്ചുകൊണ്ട് നമ്മളുടെ കാണാതായ അർജുൻ അടങ്ങുന്ന നമ്മളുടെ സഹോദരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും നേതൃത്വം കൊടുത്തു. അന്ന് തന്നെ അങ്കോലയിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ബഹുമാനപ്പെട്ട ശ്രീ MK രാഘവൻ MP-യും ശ്രീ AK അഷ്റഫ് MLA-യും അടങ്ങുന്ന ഞങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട ശ്രീ സിദ്ധരാമയ്യെ കണ്ടു. അന്ന് അർജുൻ്റെ കാര്യം പ്രത്യേകം കേൾക്കാൻ അന്ന് സിദ്ധരാമയ്യ വന്ന ഘട്ടത്തിലും പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. വലിയ മഴയും കാറ്റും അടങ്ങുന്ന സാഹചര്യമായിരുന്നു. അന്ന് അങ്കോള ഗസ്റ്റ് ഹൗസിൽ അർജുൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം സിദ്ധരാമയ്യ ഇരുന്നു, കാര്യങ്ങൾ സംസാരിച്ചു, വേണ്ടതെല്ലാം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം തന്നെയാണ് ആ ഘട്ടത്തിൽ തന്നെയാണ് കുടുംബത്തിൻ്റെ കൂടി ആവശ്യകത എന്തായിരുന്നു. NDRF-ൻ്റെയോ SDRF-ൻ്റെയോ അന്വേഷണം മാത്രം പോരാ, അവിടെ കൃത്യമായി ആർമി വേണം, നേവി വേണം. കുടുംബത്തിൻ്റെ ആവശ്യത്തോട് ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ ആർമിയെ, ഇന്ത്യൻ നേവിയെ അടങ്ങുന്ന എല്ലാ സംഘത്തെയും തയ്യാറെടുപ്പിച്ച് ഇത്രയും ദിവസമായി അവിടെ തിരച്ചിൽ നടക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, നമ്മളുടെ കേരളം പോലെ ഒരു കാലാവസ്ഥയെ അല്ല അവിടെ. ഞാൻ അവിടെ 4-5 ദിവസം ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിൽ സൂചിപ്പിക്കട്ടെ. നമ്മളുടെ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മൾ കാണുന്ന പുഴയുടെ സ്വഭാവമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൻ്റെ ഭീകരതയൊന്നും അല്ല, അതിനേക്കാൾ ഭീകരമായിട്ടാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ ആദ്യഘട്ടങ്ങളിൽ പല മാധ്യമപ്രവർത്തകർ പോലും ഇതെന്താ നടക്കാത്തത് എന്ന് ചോദിച്ചിടത്ത് നിന്ന് അയ്യോ ഇത് ഇത്രയും ദുഷ്കരമായിരുന്നോ ഈ ഇടമെന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ വലിയ പ്രതികൂലമായ സാഹചര്യമാണ്. നമുക്ക് അന്ന് ഈ പറയുന്ന ശിരൂരിലെ റോഡ് സൈഡിൽ മണ്ണിനടിയിലാണ് നമ്മൾ ഈ ചെറുപ്പക്കാരൻ എന്ന് കരുതി അവിടെയുള്ള തിരച്ചിലുകൾക്കൊക്കെ നേതൃത്വം കൊടുത്തു. അതിനുശേഷം ആ സമയം തന്നെ നേവി അവിടെ ഗംഗാവാലി പുഴയിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഗംഗാവാലി പുഴയിൽ നമ്മൾ തന്നെ കണ്ടാൽ നമുക്കറിയാം, വിഷ്വൽസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, 4-5 തുരുത്തുകളായി മണ്ണ് കൂമ്പാരമായി കിടക്കുകയാണ്. ആ മണ്ണിനടിയിൽ വലിയ മരങ്ങളുണ്ട്,
വാഹനങ്ങളുണ്ട്, അതേപോലെ തന്നെ വലിയ ഇലക്ട്രിക് ലൈനുകളും അതേപോലെ തന്നെ പോസ്റ്റുകളും അടങ്ങുന്ന വലിയ എല്ലാ കാര്യങ്ങളും വന്നടിഞ്ഞിരിക്കുന്ന ആ പുഴയിൽ, ആ പുഴ നമ്മൾ കാണുന്ന പോലെ വളരെ എളുപ്പമുള്ള പുഴയല്ല. അങ്ങനെ നോക്കുമ്പോഴാണ് എന്താണ് പുഴയിൽ, ഇപ്പൊ പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പുഴയിൽ ലൊക്കേറ്റ് ചെയ്തല്ലോ, സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്തല്ലോ, ആ ഇടങ്ങളിൽ നിന്ന് ലോറി വീണ്ടെടുക്കാൻ എന്താ ബുദ്ധിമുട്ടെന്ന പലരും ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ അങ്ങനെ വെറുതെ ഇരുന്ന് പറയുന്ന പോലെയേ അല്ല. നോക്കൂ, മരങ്ങളും മണ്ണും കല്ലും വലിയ കല്ലുകളും പാറക്കല്ലുകളും എല്ലാം അടിഞ്ഞിരിക്കുന്നിടത്ത് വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ക്യാപ്റ്റൻ മേജർ ഇന്ദ്രബാലൻ അടങ്ങുന്ന ഒരു സംവിധാനത്തെ നമ്മളുടെ കൂടി ആവശ്യത്തിന്റെ ഭാഗമായി കർണാടക ഗവൺമെന്റ് ഈ ശിരൂരിലേക്ക് കൊണ്ടുവരുന്നു. അവർ 2 ദിവസം അവർ കൃത്യമായ എല്ലാ സാങ്കേതിക വിദ്യകളെയും ഉപയോഗപ്പെടുത്തി 4 സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നു. ആ ലൊക്കേറ്റ് ചെയ്ത ഇടത്ത് ഈ പറയുന്ന വാഹനമുണ്ട് എന്ന് പൂർണ്ണ ബോധ്യത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ആ വാഹനത്തിന്റെ അടുത്തെത്താൻ ഇതുവരെ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം. ഈ പുഴയുടെ അടിയൊഴുക്ക് ഗുരുതരമായ ക്രമാതീതമായ അളവിലാണ്. നോക്കൂ നിങ്ങൾ, സാധാരണ ഈ പറയുന്ന അടിയൊഴുക്ക് നേവി ഉദ്യോഗസ്ഥരടക്കം സ്കൂബ ഡൈവേഴ്സ് അടക്കം ഏറ്റവും വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരു അടിയൊഴുക്കുള്ള പുഴയിൽ അല്ലെങ്കിൽ മറ്റ് ജലാശയത്തിൽ ഇറങ്ങണമെങ്കിൽ 3 മുതൽ 3.5 നോട്ടാണ് ആ അടിയൊഴുക്കിന്റെ ആ കറണ്ടിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എത്രയാണ്? ഇവിടെ 6 മുതൽ 8 വരെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഏറ്റവും സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളടക്കം പുഴയിൽ ഇറങ്ങണമെങ്കിൽ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ പോവുക 3.5 നോട്ടാണെങ്കിൽ ഇവിടെ നമ്മളുടെ ഈ പറയുന്ന ഗംഗാവാലി പുഴയിൽ അവിടെ 6 മുതൽ 8 വരെയാണ് അതിൻ്റെ അടിയൊഴുക്ക് എന്ന് പറയുമ്പോൾ 6 to 8 നോട്ടാണ്. അപ്പോൾ അത്രയും സാധാരണ ഒരാൾ ഇറങ്ങുന്നതിൻ്റെ ഇരട്ടിയിലേറെ, അതിനേക്കാൾ ഏറെയാണ് അടിയൊഴുക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അവിടെയും നമ്മളുടെ ഒരു പ്രതീക്ഷ, ആ പ്രദേശത്തുള്ള ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന ഒരു ഇത്തരം മേഖലകളിൽ വൈദഗ്ധ്യമുള്ള ഒരാളെ പോലും ഒരു ഭരണകൂടം ഇന്ത്യൻ നേവിയുടെയും ആർമിയുടെയും ഒന്നും കൺസെന്റ് ഇല്ലാതെ തങ്ങളുടെ സ്വയം റിസ്കിൽ ഇന്നലെ അങ്ങോട്ട് എത്തിക്കുകയാണ്. ആ മനുഷ്യൻ ഞാൻ ഇറങ്ങാമെന്ന് പറയുന്നു, വെള്ളത്തിൽ ഇറങ്ങുന്നു, ഒരു തവണ അദ്ദേഹം ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും നമ്മളുടെ പ്രതീക്ഷയാണ് ഒരുപക്ഷെ ഈ വണ്ടി കണ്ടെടുക്കുമോ എന്ന്. പക്ഷെ ഇന്ന് അദ്ദേഹം സ്ഥിരീകരിച്ച് പറഞ്ഞു, എനിക്ക് 0 വിസിബിലിറ്റി എന്നതൊരു ഭാഗത്ത്, പക്ഷേ എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ വലിയ ഇലക്ട്രിക് ലൈൻ കേബിളുകൾ എന്ന് പറഞ്ഞാൽ വലിയ കപ്പാസിറ്റി ഉള്ള കേബിളുകളും മരങ്ങളും കല്ലും ചില്ലും അടങ്ങുന്ന എല്ലാം നിറഞ്ഞ് എനിക്ക് ആ വാഹനത്തിന്റെ അടുത്ത് പോലും എത്താൻ സാധിക്കുന്നില്ല, എനിക്ക് അടിയിൽ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രമേൽ ഭീകരമായ ഒരു അടിയൊഴുക്കടക്കമുണ്ട്. അപ്പോൾ ഇത് പ്രതികൂലമായ ഒരു സാഹചര്യമാണ്. ഇനിയെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഒരു സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമത്തിലുള്ള തെരച്ചിലുകൾ തുടരുന്നത്. ആ തെരച്ചിൽ തുടരും. അത് നേരത്തെ പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പോലെ ഈ തെരച്ചിൽ അവസാനിച്ചിട്ടില്ല, തെരച്ചിൽ തുടരും എന്ന പ്രഖ്യാപനം ആശ്വാസകരമാണ്, പ്രതീക്ഷാ നിർഭരമാണ്. പക്ഷേ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇനി മുതൽ? നോക്കൂ, അതിനു വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അണ്ടർ കറണ്ട് 6 to 8 നോട്ടാണെങ്കിലും അവിടെയും അദ്ദേഹം ട്രഡ്ജിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്താ ട്രഡ്ജ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്? ട്രഡ്ജ് കൊണ്ടുവരുന്ന വഴിയിൽ 2 പാലങ്ങളുണ്ട്. ഒന്ന് കൊങ്കണുമായി ബന്ധപ്പെട്ടൊരു പാലം, അതേപോലെ തന്നെ അവിടെ ഗംഗാവാലി പുഴയുമായി ബന്ധപ്പെട്ട പാലം. 2 പാലങ്ങൾ മറികടന്ന് വേണം ട്രഡ്ജ് ഈ സ്ഥലത്ത് എത്തിക്കാൻ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അതിന് പാലത്തിനും വെള്ളത്തിനും ഇടയിലുള്ള ഗ്യാപ്പ് ഏറ്റവും മിനിമം 10 മീറ്റർ വേണം. പക്ഷെ അതില്ല, 5 to 7 മീറ്റർ വരെയുള്ളൂ. ഒന്നെങ്കിൽ പാലം പൊളിക്കുക, പക്ഷെ അത് സാധ്യമായ കാര്യമല്ല. അപ്പോൾ ട്രഡ്ജ് ഗോവയിൽ നിന്ന് കൊണ്ടുവരാനുള്ള എല്ലാ ചർച്ചകളും നടത്തി, കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് നടത്തി. പക്ഷേ ഈ പാലങ്ങളുടെ ഒരു എന്താ പറയുക, പാലങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ സ്ഥലത്തേക്ക് ശിരൂരിലേക്ക് ഗംഗാവാലി പുഴയിലേക്ക് ട്രഡ്ജ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വാഹനമാർഗം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനും പല കാരണങ്ങളാൽ അതിനും ഈ സമയം വരെ സാധ്യമായിട്ടില്ല. അതേസമയം ഇന്നലെ ഫാൻഡൂൺ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഫാൻഡൂൺ വാഹനത്തിൽ കയറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഫാൻഡൂൺ 25 ടണ്ണിന് മുകളിലാണ്. 15 ടണ്ണ് വരെ ആ വാഹനം ഇത് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി വാഹനത്തിനുള്ളൂ. പക്ഷേ 25 ടണ്ണിന് മുകളിലുള്ള ഫാൻഡൂൺ ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് ശ്രീ കാർവാർ MLA, ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ ആ സതീഷ് കുമാർ സെയിൽ എന്ന് പറയുന്ന കാർവാർ MLA വീണ്ടും ഇടപെട്ട് അവർ തെരഞ്ഞ് ട്രിച്ചിയിൽ ഒരു എന്താ പറയുക, വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് JCB ടൈപ്പ് ഒരു മെഷീൻ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ പിന്നീടാണ് ചർച്ച ചെയ്തറിഞ്ഞാൽ ട്രിച്ചിയിലല്ല, തൃശ്ശൂരാണ്. അപ്പോൾ ഇന്ന് ആ തൃശ്ശൂരിലുള്ള കളക്ടറുമായിട്ടൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നു, ഇടപെടൽ നടക്കുന്നു. ആ ഫ്ലോട്ടിംഗ് JCB എങ്കിലും വാഹനത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് കൊണ്ടുവന്ന് അതടക്കമുള്ള രക്ഷാപ്രവർത്തനം തുടരും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി.